നമസ്കാരം. നീതിയില്ലെങ്കിൽ നീ തീയാവുക, ഇതായിരുന്നു പി വി അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സത്യത്തിൽ പി വി അൻവറിൻ്റെ പത്രസമ്മേളനം കഴിഞ്ഞപ്പോൾ തീ കത്തി ജ്വലിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് ഉണ്ടായത്. കാര്യം മറ്റൊന്നുമില്ല, അക്കമിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അതും ഓഡിയോ വിഷ്വലിൻ്റെ സഹായത്തോടു കൂടി, അതായത് 2 വീഡിയോ അദ്ദേഹം പ്രദർശിപ്പിച്ചു. ആ 2 വീഡിയോകളുടെ സഹായത്തോടു കൂടി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി ജനങ്ങളോട് വിളിച്ചു പറയുന്നതാണ് ആ പത്രസമ്മേളനത്തിൽ കാണാൻ കഴിഞ്ഞത്. വെറുതെ പത്രക്കാരെ കാണുകയായിരുന്നില്ല. അദ്ദേഹം പലപ്പോഴും സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറഞ്ഞത്. അതിനിടയ്ക്ക് പത്രക്കാരോടൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ടായി. ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന്. പത്രക്കാർ പല മറുപടികൾ പറഞ്ഞു. ഈ പറയുന്ന പോലെ ദാരിദ്ര്യം പറഞ്ഞു, ചിലർ പറഞ്ഞു തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ പലരും പല മറുപടികൾ പറഞ്ഞ സമയത്തും പി വി അൻവർ പറഞ്ഞൊരൊറ്റ മറുപടി ഉണ്ടായിരുന്നു: നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന എല്ലാ രാഷ്ട്രീയക്കാരും രാത്രിയായി കഴിഞ്ഞാൽ ഒറ്റക്കെട്ടാണ്. ഇങ്ങനെ തന്നെ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ നീതി നടപ്പിലാകാത്തത്. ഇപ്പം ഒരു കേസ് ഇപ്പോൾ തെളിയുമെന്ന് സാധാരണക്കാർ വിശ്വസിക്കുമ്പോഴും ആ കേസ് തെളിയാതെ പോകുന്നതിൻ്റെ പിന്നിലുള്ള കാരണവും ഇത് തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്നു. ഇതാണ് ഇദ്ദേഹം പറഞ്ഞതിനകത്തിലെ ഏറ്റവും പ്രധാനമായി നമ്മൾ തിരിച്ചറിയേണ്ടത്. ബാക്കിയൊക്കെ പല തവണയായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ഈ പറയുന്ന ചില വീഡിയോകളുടെ സഹായത്തോടു കൂടി ചിലത് തെളിയിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതായത് മരമുറിച്ച് കടത്തിയ കേസിൽ ആരും ശിക്ഷിക്കപ്പെട്ടില്ല. ആ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നില്ല. സ്വർണ്ണക്കടത്തുമായി, കരിപ്പൂരിൽ നടന്ന സ്വർണ്ണക്കടത്തുകളുമായി ബന്ധപ്പെട്ടിട്ട് ഒരന്വേഷണവും ഇതുവരെയായി കൃത്യമായി നടന്നിട്ടില്ല. 2നും തെളിവുകളുമായിട്ടാണ് അദ്ദേഹം എത്തിയത്. നമുക്ക് തെളിവുകളിലേക്ക് നോക്കാം. 525 ഗ്രാം സ്വർണം പോലും, അതായത് പല തവണയായി പിടിച്ച സ്വർണത്തിൽ ഒരു ശകലം പോലും, അതായത് പകുതി പോലും എത്തിച്ചു കൊടുക്കാൻ അന്ന് സ്വർണ്ണക്കടത്തിന് ആ ഒരു അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ADGP അജിത് കുമാറിനോ അല്ലെങ്കിൽ സുജിത് ദാസിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞല്ലോ, ഡാൻസ് ഓഫ് ടീമുകളെയൊക്കെ ഇറക്കിയിരുന്നു എന്ന്. അവരെല്ലാം വരുന്നു, സ്വർണം പിടിക്കുന്നു, ഒരു തഹസീൽദാരുടെയോ മറ്റാരുടെയും അനുമതിയില്ലാതെ സാക്ഷിയായിട്ട് അവരെ നിർത്താതെ പോലും ഈ സ്വർണം എവിടെയൊക്കെയോ മാറ്റുന്നു. ഇതിൽ വളരെ കുറച്ചു മാത്രം, അതായത് ഒരാൾക്ക് ജാമ്യം എടുക്കാൻ, സ്വർണം കടത്തുന്ന ഒരാൾക്ക് ജാമ്യം എടുക്കാൻ അനുവദനീയമായ സ്വർണത്തിൻ്റെ അളവ് എത്രയാണോ അത്ര മാത്രം കസ്റ്റംസിന് കൈമാറിക്കൊണ്ട് ബാക്കിയുള്ള സ്വർണമെല്ലാം ഏതോ വഴിക്ക് എങ്ങോട്ടോ പോകുന്നു. അതിന് രണ്ട് ക്യാരിയേഴ്സിനെ, അതായത് 2 കടത്തുകാരെയാണ്, സ്വർണം കടത്തുകാരെയാണ് അദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. പൂർണ്ണമായ രേഖകളോടുകൂടി, അവരുടെ കൃത്യമായ ബൈറ്റുകളോടുകൂടി ഇത് ജനങ്ങൾക്ക് മുമ്പിൽ ഇന്ന് പി വി അൻവർ തുറന്നു കാണിച്ചപ്പോൾ MP അജിത് കുമാർ എന്ന് പറയുന്ന പറയുന്ന IPS-കാരൻ ADGP-യുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെഴുതുന്നതായിരുന്നു ഇന്ന് പി വി അൻവർ നടത്തിയ പത്രസമ്മേളനം നമുക്ക് കാണാം. അദ്ദേഹം അതിനുശേഷം മുഖ്യമന്ത്രിയെ കാണാൻ പോയതിൻ്റെ ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ മനോഹരമായ കഥ അല്ലെങ്കിൽ ആ സംഭവത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ചെന്നിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പേപ്പർ കെട്ടുകളെല്ലാം, പരാതികളെല്ലാം കൂടി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. മുഖ്യമന്ത്രി ശ്രദ്ധാപൂർവം അതെല്ലാം വായിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങേണ്ടി വന്നു എന്നാണ് പി വി അൻവർ നമ്മളോട് പറയുന്നത്. അദ്ദേഹത്തോട് പറയുന്നു, മുഖ്യമന്ത്രി, നിങ്ങൾ കത്തിജ്വലിച്ച് നിൽക്കുന്ന സൂര്യനായിരുന്നു. ആ സൂര്യൻ പതുക്കെ കെട്ടു തുടങ്ങിയിരിക്കുന്നു. ആ കെട്ടു തുടങ്ങി അങ്ങയുടെ ഗ്രാഫ് ഇപ്പോൾ നിൽക്കുന്ന 0 എന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്ന ഒരു മനുഷ്യനാണ് പി വി അൻവർ. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. പത്രക്കാരോട് ഞാൻ ഇനി എന്ത് പറയണം? അപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞത്, ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്ന, ഇതിനെയൊക്കെ തടയിടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിസ്സഹായതയോടുകൂടി ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് പി വി അൻവർ നമ്മളോട് പറഞ്ഞത്. അതുപോലെ പറയുകയുണ്ടായി, അങ്ങകത്തിരിക്കുന്ന, ഇടത് കൈ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങകത്തിരിക്കുന്ന അയാളാണ് കാട്ടുകള്ളൻ. ആരാണ്? പി ശശി എന്ന അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അയാളാണ് കാട്ടുകള്ളൻ. അയാൾ ഒറ്റയൊരുത്തൻ കാരണമാണ് അങ്ങയുടെ ഗ്രാഫ് ഇത്രത്തോളം താഴേക്ക് എത്തിയത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടും മുഖ്യമന്ത്രി ADGP-യെയും പി ശശിയെയും എടുത്ത് താലത്തിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചു. പിന്നീട് അദ്ദേഹം ഒടുവിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നു, തന്നെ മുഖ്യമന്ത്രി വഞ്ചിച്ചു. അതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും, പല മലപ്പുറത്ത് പലവിധ മാറ്റങ്ങൾ പോലീസ് സേനയുടെ തലപ്പത്തുണ്ടാകുന്നു.
ഇതൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം വിചാരിച്ചു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, ഇവിടെ ശക്തമായൊരു അന്വേഷണം നടക്കാൻ പോകുന്നു. പക്ഷേ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ കൈകൾ ആരാണോ യഥാർത്ഥ പ്രതികൾ അവരിലേക്ക് എത്തിയില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പി വി അൻവർ പരാജയപ്പെടുമോ എന്നുള്ള സംശയം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എക്കാലവും നിഴലിച്ചു നിന്നു. ഒടുവിൽ അദ്ദേഹം തന്നെ കുറ്റക്കാരനാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. താൻ പിതാവിനെ പോലെ കണ്ട മുഖ്യമന്ത്രി തന്നോടിത് ചെയ്യുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് നിറകണ്ണുകളോടുകൂടിയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പരാതി എഴുതി കിട്ടിയാൽ ഞങ്ങൾ ഉടനെ നടപടിയെടുത്തേക്കാമെന്ന് പറഞ്ഞ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു. എം വി ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറയുന്നതെല്ലാം തീർച്ചയായും നിവൃത്തികേട് കൊണ്ടാണ് എന്ന് ഒറ്റയടിക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചു. കാര്യം അദ്ദേഹത്തിന് അതേ കഴിയൂ, സത്യമല്ലേ അത്? ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥയിലൂടെ ഈ ഒരു അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എം വി ഗോവിന്ദൻ മാഷിന് ഈ നിവൃത്തികേട് കൊണ്ട് എന്തെങ്കിലും അസംബന്ധ ജഡിലമെന്നോ ഒക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഇതിനൊക്കെ നടപടി ഏത് രീതിയിൽ കൈക്കൊള്ളും? പി ശശിയെ മാറ്റണമെങ്കിൽ മുഖ്യമന്ത്രി കനിയണം. ADGP MR രാജ്കുമാറിനെതിരെ നടപടി ഉണ്ടാകണമെങ്കിൽ അതിനും മുഖ്യമന്ത്രി കനിയണം. ഇത് രണ്ടും സംഭവിക്കാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാം പരാജയപ്പെട്ടിടത്തിൽ നിന്ന് അദ്ദേഹം ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് പി വി അൻവർ. ഇനി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച രേഖകളെല്ലാം അദ്ദേഹം ഹാജരാക്കുന്നു. ഒടുവിൽ ഹൈക്കോടതിയിൽ മാത്രമാണ് വിശ്വാസം. ഒടുവിൽ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഒരു സിറ്റിംഗ് ജഡ്ജി ഇതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കണം. അതിനെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് പി വി അൻവർ. മുഖ്യമന്ത്രിക്ക് ഇത് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ, അങ്ങനെ ഒരു അന്വേഷണത്തെ ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് വെല്ലുവിളിക്കുന്ന രീതിയിൽ പി വി അൻവർ ചോദിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? എന്തിനാണ് മുഖ്യമന്ത്രി ADGP MR അജിത് കുമാറിനെയും പി ശശിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ഇങ്ങനെ താങ്ങി കൊണ്ട് നടക്കുന്നത് എന്നാർക്കും മനസ്സിലാകുന്നില്ല. അത് പി വി അൻവറിന് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം വരുമ്പോൾ ഈ പറയുന്ന MR അജിത് കുമാറും പി ശശിയും ഒക്കെ കുറ്റക്കാരായി മാറുന്നത് മുഖ്യമന്ത്രിക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസ്, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ നിരവധി തെളിവുകളാണ് പി വി അൻവറിന്റെ കയ്യിലുള്ളത്. അതോടൊപ്പം MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP സമ്പാദിച്ച അനധികൃത വസ്തുവകകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, പി വി അൻവറിന്റെ കയ്യിലുണ്ട്. അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും കാണിച്ചു. കോടിക്കണക്കിന് രൂപ, 3 കോടിയിലധികം രൂപ മുടക്കിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പണമിടപാടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതെല്ലാം ക്യാഷായി, ലിക്വിഡ് ക്യാഷ് എന്ന ഒരു ഫോർമാറ്റിലാണ് കൊടുത്തത്, ചെക്കായിട്ടല്ല, അക്കൗണ്ട് ട്രാൻസ്ഫർ അല്ല. അപ്പോൾ അത്രയും പണം എവിടെ നിന്നാണ് MR അജിത് കുമാറിന് വന്നത് എന്നതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതല്ലേ? തീർച്ചയായും വിജിലൻസിന്റെ അന്വേഷണ പരിധിയിൽ അതൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ്. പി വി അൻവർ പിന്നെ അവസാനം അന്വേഷണത്തിന് ഉത്തരവിടുന്നു. വിജിലൻസിന്റെ അന്വേഷണം, അതിന് കാലാവധി കൊടുത്തത് 6 മാസമാണ്. 6 മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് നൽകിയാൽ മതി. വെറും 4 ദിവസം കൊണ്ട് അന്വേഷിക്കേണ്ട കാര്യത്തെ എന്തിനാണ് 6 മാസം വരെ വലിച്ചു നീട്ടുന്നത്? ആരെ സംരക്ഷിക്കാൻ? എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കാൻ? ഇതൊക്കെയും അന്വേഷണത്തിന്റെ പരിധിയിൽ വരണം. അതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പറഞ്ഞ ആ വാക്കുകളാണ് പ്രധാനം. മുഖ്യമന്ത്രി, നിങ്ങളുടെ ഗ്രാഫ് 0-ലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ ഒരേ ഒരു പ്രഭയിൽ നിന്നാണ്, സൂര്യനെ പോലെ കത്തിജ്വലിച്ചുകൊണ്ട് നിന്ന ആ ഒരു പ്രഭയുടെ പുറത്താണ് പി വി അൻവർ പോലും വിജയിച്ചത് എന്ന് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിരുന്നു. അതൊക്കെയാണ് സത്യത്തിൽ ഒരു യഥാർത്ഥ മനുഷ്യനിൽ നിന്ന്, യഥാർത്ഥ പൊതുപ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വരുന്ന വാക്കുകൾ. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് പാർട്ടി പ്രവർത്തകർക്കിടയിൽ പോലും അല്ലെങ്കിൽ പൊതുജനത്തിനിടയിൽ പോലും ഒരു 30% താഴെ മാത്രമാണ് മുഖ്യമന്ത്രിക്ക് ഉള്ള ഒരു പ്രാമുഖ്യം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന ജനസ്വീകാര്യത എന്ന് പറഞ്ഞാൽ. ബാക്കിയെല്ലാം കെട്ടുപോയി. അങ്ങനെ കെട്ടുപോകാനുള്ള പ്രധാന കാരണക്കാരിൽ ഒരാൾ ഈ കാട്ടുകള്ളനായ പി ശശിയാണ് എന്ന് പി വി അൻവർ ഉച്ചത്തിൽ തന്നെ വിളിച്ചു പറയുന്നു മാധ്യമപ്രവർത്തകരോട്. അത് സഖാക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതുകൊണ്ട് മാധ്യമപ്രവർത്തകരോടും മാത്രമല്ല, എല്ലാ സഖാക്കന്മാരോടും, എല്ലാ പാർട്ടി പ്രവർത്തകരോടും, എല്ലാ പാർട്ടി അണികളോടുകൂടി ആയിട്ടാണ് ഈ പി വി അൻവറിന്റെ ഈ പ്രസ്താവനയെന്ന് നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ ഈ പി വി അൻവർ ഈ പറയുന്ന എല്ലാ പാർട്ടി ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. കമ്മ്യൂണിസത്തെക്കുറിച്ച് നിർവചനം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എന്താണ് കമ്മ്യൂണിസം എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലുള്ളവരെല്ലാവരും പാർട്ടിയിലെ മാർക്സിനെയും ഏംഗൽസിനെയും വായിച്ചിട്ടാണോ, എല്ലാവരും അറിഞ്ഞിട്ടാണോ ഈ പറയുന്ന പാർട്ടിക്കുള്ളിൽ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അതിലെ 95% ആൾക്കാർക്കും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലും എന്താണെന്ന് അറിയില്ല എന്നും പി വി അൻവർ പറയുന്നുണ്ട്. അതായത് കമ്മ്യൂണിസത്തിന് കൃത്യമായൊരു കാര്യമുണ്ട്. അതോടൊപ്പം തന്നെ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമില്ല, പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമില്ല. എവിടെയൊക്കെ എഴുതി വെച്ച് അവരുടെ എല്ലാ സ്വാതന്ത്ര്യത്തെയും എവിടെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ചില മാമൂലുകൾ കൊണ്ട് അവരെ തളച്ച് ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുകയാണ്. അവർക്ക് സ്വതന്ത്രമായി എങ്ങും ഒന്നും പറയാൻ കഴിയുന്നില്ല. അതാണ് ഓരോ പാർട്ടി പ്രവർത്തകന്റെയും അവസ്ഥ. അതേ അവസ്ഥയിലാണ് ഇന്ന് ഓരോരുത്തരും നേതൃത്വത്തിനെതിരെ മിണ്ടാൻ കഴിയാത്ത ഒരവസ്ഥ.
ഉന്നത നേതാക്കന്മാർ പലതും അവിഹിതമായി പലതും ചെയ്തു കൂട്ടുന്ന അവസ്ഥ. ഇത്തരത്തിലുള്ള അവസ്ഥകളെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെയാണ് PV അൻവർ എന്ന MLA പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ PV അൻവറിന്റെ ഗതി എന്തായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടി തന്നെ വരും. ഒരുപക്ഷെ ഈ പറയുന്ന MLA സ്ഥാനം പോലും രാജിവെച്ച് ഇടതുപക്ഷത്തെ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് ചിലപ്പോൾ ഇറങ്ങിപ്പോകേണ്ട ഒരു ഗതികേടിലേക്കും അദ്ദേഹം പോകും. കാര്യം പൊളിറ്റിക്കൽ സെക്രട്ടറിയായി P ശശി എന്ന നൊട്ടോറിയസ് ക്രിമിനൽ, PV അൻവറിന്റെ വാക്കുകൾ കടമെടുത്താൽ PV അൻവർ തന്നെയാണ് പറഞ്ഞത്, നൊട്ടോറിയസ് ക്രിമിനലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന P ശശി എന്നാണ്. അവരൊക്കെ കൂടെ മനസ്സ് വെച്ചാൽ, ഈ പറയുന്ന ADGP MR അജിത് കുമാർ ഉൾപ്പെടെ മനസ്സ് വെച്ചാൽ ഒരുപക്ഷെ ഇനിയിപ്പോൾ PV അൻവറിന്റെ സ്ഥാനം പാർട്ടിക്ക് പുറത്തായിരിക്കും. തൃശ്ശൂർ പൂരം കലക്കി അവിടെ ഒരു BJPക്ക് ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുത്തത് MR അജിത് കുമാർ ആണ് എന്ന് പല ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടും ഇതൊന്നും ചെവിക്കൊള്ളാതെ പോവുകയാണ് മുഖ്യമന്ത്രി എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നാലും PV അൻവർ തുടങ്ങി വെച്ച ഈ സമരവും ഈ വെട്ടിത്തുറന്നുള്ള ഈ പറച്ചിലും അല്ലെങ്കിൽ ഈ ഒരു യുദ്ധവും ഇനി എത്ര കാലം നീണ്ടുപോകും നമുക്കറിയില്ല. എങ്കിൽ തന്നെയും വിജിലൻസ് അന്വേഷണത്തിൽ നമുക്ക് തൽക്കാലം വിശ്വാസം അർപ്പിക്കാം. വിജിലൻസ് അന്വേഷണത്തിലൂടെ MR അജിത് കുമാറിനെതിരായ കൃത്യമായ തെളിവുകൾ പുറത്തു വരും എന്ന് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.